ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ചകളിൽ നിർണായകമായ പുരോഗതി. വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടത്തിൽ ഹമാസ് ബന്ദികളാക്കിയ ഇസ്രയേലി പൗരന്മാരെയും ഇസ്രയേൽ ജയിലിൽ തടവിലുള്ള പാലസ്തീൻ പൗരന്മാരെയും മോചിപ്പിക്കുമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ചർച്ചകൾ ഫലപ്രാപ്തിയിലെത്തിയാൽ 15 മാസം നീണ്ടുനിന്ന യുദ്ധത്തിന് താൽക്കാലികമായ ആശ്വാസമാവുകയാണ്. മധ്യേഷ്യയിലാകെ അശാന്തി വിതച്ച ഗസ യുദ്ധത്തിന് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് ലോകം. 15 മാസമായി തുടരുന്ന ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ ഏറ്റവും ഫലപ്രദമായ നിലയിലെത്തിയത് ഇപ്പോഴാണ്. ഖത്തറും ഈജിപ്തും അമേരിക്കയും ഒക്കെ ചർച്ച നടത്തിയിരുന്നെങ്കിലും അതെല്ലാം പാതി വഴിയിൽ അവസാനിച്ചിരുന്നു. എന്നാൽ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങുന്നതിന് മുൻപ് വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാനുള്ള ജോ ബൈഡന്റെ ശ്രമങ്ങളാണ് ഇപ്പോഴത്തെ ചർച്ചകൾക്ക് വേഗം കൂട്ടിയത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ബൈഡനും ഹമാസ് പ്രതിനിധികളുമായി ഖത്തർ അമീറും ചർച്ച നടത്തി. ഇതോടെയാണ് ദോഹ ചർച്ചകൾക്ക് വഴി തുറന്നത്. ഡൊണാൾഡ് ട്രംപിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ദോഹ ചർച്ചയുടെ ഭാഗമായി. ഹമാസ് ബന്ദികളാക്കിയ ഇസ്രയേലികളെ മോചിപ്പിക്കുക, ഇസ്രയേൽ തടവിലുള്ള പലസ്തീനികളെ മോചിപ്പിക്കുക, ഗസയ്ക്ക് അന്താരാഷ്ട്ര സഹായം സാധ്യമാക്കുക, ഗസയിൽ നിന്നുള്ള സൈനിക പിന്മാറ്റം തുടങ്ങിയവയാണ് കരാറിന്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കരാർ ഇരുകൂട്ടരും പരിശോധിച്ചു വരികയാണ്. എന്നാൽ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചാൽ കീഴടങ്ങലാകുമോ എന്ന അഭിപ്രായം ഇസ്രായേലിന്റെ തീവ്ര വലതുപക്ഷത്തിനുണ്ട്. നിർദ്ദിഷ്ട കരാർ ഇസ്രായേലിന്റെ ദേശീയ സുരക്ഷയ്ക്ക് വിപത്തെന്നായിരുന്നു ധനമന്ത്രിയുടെ പ്രതികരണം. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18.